മറ്റെല്ലാ വർക്കേഴ്സിനെയും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷം അതിന് ഡ്യൂട്ടി കയറ്റുള്ളൂ. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും, പല സമ്മർദ്ദങ്ങളും ഉണ്ടായെങ്കിലും ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് കൊണ്ട് വലിയ ഗുണമാണ്. KSRTC ജീവനക്കാരുടെ സംഘടന, അംഗീകൃത സംഘടനകൾ 3 ഈ 3 സംഘടനകളും ഇക്കാര്യത്തിൽ എതിര് രേഖപ്പെടുത്തിയിട്ടില്ല. അവർ അത് തെറ്റില്ല, നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ്. അത് മനുഷ്യൻ്റെ ജീവൻ്റെ, കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണത്. വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെയും റോഡിൽ പോകുന്നവരുടെയും. പിന്നെ മൊബൈൽ ഫോൺ സംസാരിച്ച് വണ്ടി ഓടിച്ചാൽ KSRTC ഡ്രൈവറെ എംപാനലാണെങ്കിൽ പിരിച്ചുവിടും, അല്ലെങ്കിൽ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. പലരും 1.5 മണിക്കൂറൊക്കെ മൊബൈൽ സംസാരിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശരിയല്ല. 1.5 മണിക്കൂർ 8 മണിക്കൂർ യാത്രയിൽ 1.5 മണിക്കൂർ ഡ്രൈവർ ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിലിരിക്കുന്ന 10-60 പേരെയും അതിലുപരി റോഡിൽ നടന്നു പോകുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെയും ജീവൻ വെച്ച് പന്താടാൻ ആരെയും അനുവദിക്കത്തില്ല. KSRTC അപകടങ്ങൾ കുറച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ 2 ഗുണങ്ങളാണ്. ഒന്ന്, ആളുകൾ മരിക്കുന്നില്ലെന്ന് മാത്രമല്ല, KSRTC കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഒഴിവായി കിട്ടും അപകടം കുറയുമ്പോൾ. അപ്പോൾ 24 കുറഞ്ഞു എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപയല്ല, കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് KSRTCക്ക് ഇതുകൊണ്ടുണ്ടാകുന്നത്. KSRTC ഒരു ദിവസം, KSRTCയുടെ മാറ്റം വന്ന് KSRTC ഒരു ദിവസം 1 കോടി രൂപയുടെ ഡീസലാണ് കുറച്ചിരുന്നത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് തരാം. കൊറോണ കാലത്ത് തകർന്നുപോയ KSRTC ഈ വർഷം ഈ 3 മാസത്തിനുള്ളിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. കളക്ഷൻ ഉയരുകയാണ്, ഗ്രാഫ് ഉയരുകയാണ്, ഡീസലിൻ്റെ ഉപയോഗം കുറയുകയാണ്. വാഹനങ്ങളിലെ ഏണിങ്സ് പെർ ബസ്സും ഏണിങ്സ് പെർ കിലോമീറ്ററും വർദ്ധിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്, ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ്. പക്ഷേ ഡീസലിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1 കോടി രൂപയുടെ ഡീസൽ ഞാൻ 30 ദിവസം കൊണ്ട് 30 കോടിയുടെ ഡീസലാണ് നമ്മൾ ലാഭിക്കുന്നത്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ കുറവ് വരുത്തിയിരിക്കുന്നു. വൈദ്യുതി ചാർജിൻ്റെ എല്ലാ ഡിപ്പോകളിലും, ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാത്ത ഡിപ്പോകളിൽ ഏതാണ്ട് 60-70% ഡിപ്പോകളിലും വൈദ്യുതി ചാർജ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ റെക്കറിങ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ KSRTC പ്രധാന വിഷയം ടോയ്ലറ്റുകളും റെസ്റ്റോറൻറ്റുകളുമാണ്. 10 ടോയ്ലറ്റുകൾ സുലഭ് എന്നൊരു ഏജൻസി കൈമാറി. അവരത് ആലുവ, കൊട്ടാരക്കരയെല്ലാം ടേക്ക് ഓവർ ചെയ്ത് അവർ പണി തുടങ്ങി, അതിനെ വൃത്തിയാക്കി പണി തുടങ്ങിയിട്ടുണ്ട്. അത് അവർ തന്നെ സെപ്റ്റി ടാങ്കും STP പ്ലാന്റും എല്ലാം സ്ഥാപിച്ചാണ് ചെയ്യുന്നത്. അല്ല വെറുതെ ഒരു ക്രൂഡ് മെക്കാനിസം അല്ല, നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഇന്ന് റെസ്റ്റോറൻറ്റുകളിലെ ടെൻഡർ വന്നിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള, വളരെ ഹൈജീനിക്കായിട്ടുള്ള, നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്ന മാനദണ്ഡങ്ങളനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റുകൾ. അതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ CMDയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപ്രൂവൽ വാങ്ങിയതിന് ശേഷം അത് കൊടുക്കുകയാണ്. 5 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ ടെൻഡർ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കയറിയപ്പോൾ പറഞ്ഞത് ഒറ്റത്തവണ ശമ്പളം എന്നുള്ളതാണ്. ഓണത്തിന് മുമ്പ് കൊടുക്കും. അതിൻ്റെ അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. ബാങ്കിൻ്റെ കൺസോർഷ്യമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതനുസരിച്ച് എല്ലാ ഹയർ ഓഫീസർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല, ചെറിയ തടസ്സങ്ങളുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ലഘൂകരിച്ചെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ള ലക്ഷ്യം സാധിക്കും. ഈ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നവർ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ തിരിഞ്ഞു പോകും. അപ്പോൾ അവർക്ക് പെറ്റി വരുമെന്നും പറയുന്നു. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല, നമ്മുടെ അറിവിലില്ല. പക്ഷേ ഒരു ആപ്പ് വരുന്നുണ്ട്. ആപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യും. ആ ആപ്പിലൂടെ ഏത് കുറ്റകൃത്യവും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചാനലുകളൊക്കെ പറയാറുണ്ട്, പത്രങ്ങളും പറയാറുണ്ട്. ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ, മോഡിഫൈ ചെയ്ത വണ്ടികൾ, അമിത ശബ്ദമുണ്ടാക്കുന്ന വണ്ടികൾ, പിന്നെ 3 ചെറുപ്പക്കാർ ഹെൽമെറ്റ് വയ്ക്കാതെ ഒരു ബൈക്കിൽ പോവുക, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് ആര് തടയും എന്നുള്ളതാണ്. ജനങ്ങൾ തടയാൻ പോവുകയാണ്. ജനങ്ങൾക്കൊരു ആപ്പ് കൊടുക്കണം. ട്രയൽ ബേസിൽ 3 മാസം കൊടുക്കും. ആ ആപ്പ് നിങ്ങൾക്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന കുറ്റകൃത്യങ്ങൾ, മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാ പൊതുജനങ്ങൾക്കും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടുക. ആ കാണുന്ന കുറ്റകൃത്യം അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൽഹിയിൽ പോയിട്ട് മോത്തിൻ്റെ സെർവറിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മളിവിടെ അതിന് വേണ്ടി 3 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും. അവിടെ ആ കമ്പ്യൂട്ടറിൽ വരുന്നതോടുകൂടി ആ കുറ്റകൃത്യം പരിശോധിക്കും. ട്രാക്ക് ഡ്രൈവിംഗ്, ഈ ലൈൻ ട്രാഫിക്ക് തെറ്റിച്ച് പോകുന്നവരുണ്ട്. അവരെ ഈ 3 പേര് ഒരുമിച്ച് ഒരു ബൈക്കിൽ പോവുക. എല്ലാ കുറ്റകൃത്യങ്ങളും നമ്മൾ എടുക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ കുറച്ച് കുറ്റകൃത്യം ഏതൊക്കെയാണ് നമ്മൾ അനൗൺസ് ചെയ്യും. അത് അനൗൺസ് ചെയ്തതിന് ശേഷം അത് അവരെ അറിയിക്കും. അതനുസരിച്ച് നമ്മൾ ജനങ്ങളത് ഷൂട്ട് ചെയ്ത് നോ പാർക്കിങ്ങിലിടുക. നമ്മളൊരു വണ്ടി ഇട്ടിട്ട് പോയി അതിൻ്റെ കുറുക്ക് കൊണ്ട് ക്ലാസ് ചെയ്തിട്ട് പോവുക, നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരിക, ഇതെല്ലാം ഷൂട്ട് ചെയ്യാം. ഇത്തരം ഒഫൻസുകളെല്ലാം ഫൈൻ ചെയ്ത് ചെല്ലാനയക്കും. MEDയിൽ നിന്ന് ചെല്ലാനയച്ച് ഫൈൻ ഈടാക്കും. ലൈൻ ട്രാഫിക്ക് തെറ്റിക്കുന്ന എല്ലാ സ്ഥലത്തും പോലീസിനോ MEDക്കോ പോയി നിൽക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് അതിങ്ങനെ ഓട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും റിപ്പോർട്ട് ചെയ്യാനും പൗരനൊരു അവകാശം കൊടുക്കുന്ന ഒരു സിറ്റിസൺ ആപ്പ് ഉടൻ വരും. വരുന്നതോടെ കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറയും. നമ്മൾ പോലും ഓരോരുത്തരും ശ്രദ്ധിച്ച് പിന്നെ വണ്ടി കൊടുക്കുക. നമുക്കും പണി കിട്ടും. ആരാണ് പണി തന്നതെന്ന് അറിയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും. അത്തരത്തിലൊരു ആപ്പ് വരും.